ഇന്ന് തിരുവനന്തപുരം നമ്മുടെ കോവളം റൂട്ടിലുള്ളൊരു ഹോട്ടലിൽ ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. തിരുവനന്തപുരത്തൊരു ആവശ്യമായിട്ടെത്തിയാണ്. അപ്പോൾ നേരെ പ്രിയ സുഹൃത്തും സമ്പത്ത് സാറിനെ കണ്ടു. അദ്ദേഹവുമായി ഞാനും സജിയും റോഷനും കൂടെയാണ് ഇവിടെ എത്തിയത്. നമ്മുടെ കോവളം ബൈപ്പാസ് റോഡിലാണ് ഈ ഒരു കട. ചെറിയൊരു കടയാണ് കേട്ടോ, പക്ഷേ അവിടുത്തെ ആഹാരം ഭയങ്കര ഫേമസ് ആണ്. ചെറിയൊരു കടയാണ്. നമ്മുടെ കോവളം ബൈപ്പാസ് റൂട്ടിലാണ് ഈ ഒരു കട. അപ്പോൾ ഞങ്ങളെത്തിയപ്പം ഉച്ച സമയമായി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അശ്വതി ഹോട്ടൽ എന്നാണ് ഈ ഒരു കടയുടെ പേര്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 4 പേരും കൂടി ഊണ് കഴിക്കാനായി നേരെ അവിടേക്ക് എത്തി. നല്ല തിരക്കാണ് കേട്ടോ. ചെറിയ കടയാണെങ്കിലും പക്ഷേ ആഹാരത്തിൻ്റെ രുചി കൊണ്ടാവാം ഇത്രയും ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അവിടെ ഒരു മെനു ബോർഡ് നമ്മുടെ സ്ലേറ്റിലൊക്കെയാണ് എഴുതി വച്ചേക്കുന്നത്. അതിങ്ങനെ പിടിച്ചു. അതിനകത്ത് വേണ്ട വിഭവങ്ങളുടെ എല്ലാം വിലവിവരവും എഴുതിയിട്ടുണ്ട്. ഓരോ ടേബിളിലും ഓരോ ഈ ഒരു സ്ലേറ്റിനകത്ത് ചോക്ക് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഊണാണ് ഓർഡർ ചെയ്തത്. ഇവിടെ വേറെ ഐറ്റങ്ങളൊന്നുമില്ല, മത്സ്യ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു നെയ്മീൻ്റെ തല ഓർഡർ ചെയ്തു, തലക്കറി. നല്ല അത്യാവശ്യം വലിയൊരു നെയ്മീനാണ്, തലയാണ്. പിന്നെ ചോറും കപ്പ, അതാണ് ഒരു പ്ലേറ്റിൽ കൊണ്ടുവയ്ക്കുന്നത്. ചോറും കപ്പയും പിന്നെ കൂട്ടുകറിയായിട്ട് അവിയലും, അങ്ങനെ ചെറിയൊരു 2-3 സാധനങ്ങളേ ഉള്ളൂ. മീൻചാറുണ്ടായിരുന്നു. മീൻചാറ് നമ്മൾ ഒഴിച്ചില്ല, കാരണം അവിയലും പപ്പടവും ഒരു അച്ചാറും. കാരണം മീൻ തലയിൽ നല്ല ചാറുണ്ടല്ലോ, പിന്നെ അഡീഷണൽ മേടിക്കേണ്ടതെന്ന് വെച്ചു. ആദ്യം തന്നെ പരിപ്പാണ് കൊണ്ടൊഴിച്ചത്. അപ്പോൾ പരിപ്പൊഴിച്ച് ബാക്കി എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. പുളിശ്ശേരിയൊക്കെ ഉണ്ട്. ആദ്യമേ പരിപ്പാണ് കൊണ്ടുവന്നത്. പരിപ്പൊഴിച്ച് പപ്പടവും കൂടി ഞൂടി ആ ചോറ് കഴിച്ചു. നല്ല മീൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം സാധാ സെറ്റപ്പിലുള്ള ഊണാണ്. വലിയ കറികളൊന്നുമില്ല. പുളിശ്ശേരിയുണ്ട്, സാമ്പാറുണ്ട്, പരിപ്പുണ്ട്, പിന്നെ ഒരു അവിയലുണ്ട്, ഒരു പപ്പടമുണ്ട്, അച്ചാറുണ്ട്. നെയ്മീൻ്റെ തലക്കറി നല്ല രുചിയായിരുന്നു. അതുപോലെ വറ്റയുടെ തലയുണ്ട്, കേരയുണ്ട്, അങ്ങനെ ഒരുപാട് മീനിൻ്റെ തലകളുണ്ട്. പിന്നെ പല ഐറ്റം മീനുണ്ട്. നമ്മളതൊന്നും മേടിച്ചില്ല, കാരണം നമ്മൾ ഈ മീൻ തലയും ഇത് വിളിച്ച് പറഞ്ഞായിരുന്നു ഞങ്ങൾ. അതുകൊണ്ടാണ് കറക്റ്റ് നമുക്ക് വന്നപ്പോൾ തന്നെ തിരക്കില്ലാതെ കിട്ടി. പിന്നെ ഞങ്ങളൊരു ചെമ്പല്ലി ഫ്രൈ പറഞ്ഞു. അത് നല്ല വലിയൊരു ചെമ്പല്ലിയായിരുന്നു കേട്ടോ. നമുക്ക് നല്ലപോലെ കഴിക്കാൻ വേണ്ടിയുണ്ട്. ആ തല ഞാനിങ്ങനെ എടുത്ത് വെച്ച് കഴിച്ച് നല്ല ടേസ്റ്റാണ്. മീൻതല എനിക്ക് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ചെമ്പല്ലി വന്നു. അത് നല്ല വലിപ്പമുള്ള ചെമ്പല്ലിയായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മീൻ വിഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ. കാരണം നമ്മുടെ കോവളം റൂട്ടിലാണിത്. കോവളം എത്തുന്ന തൊട്ട് മുമ്പാണ്, ബൈപ്പാസ് റോഡിൽ. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ചോറും നെയ്മീൻ തലയും അതുപോലെ തന്നെ ചെമ്പല്ലിയും വറുത്തതും എല്ലാം കൂടെ കൂട്ടി ഞങ്ങളൊരു പിടി പിടിച്ചു. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റൊക്കെ വളരെ കുറവാണ് കേട്ടോ. വലിയ റേറ്റൊന്നും ആയില്ല. പിന്നെ ഇപ്പം തിരക്കൊക്കെ കുറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഏകദേശം 2 മണിയോളം ആയി ഇപ്പം. അങ്ങനെ വളരെ രുചികരമായ രീതിയിൽ ആഹാരമൊക്കെ കഴിച്ചു. ബില്ല് വളരെ കുറവായിരുന്നു കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒരുപാട് കുറഞ്ഞു. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിനി തിരിച്ച് യാത്രയാവുകയാണ്. ഒരാവശ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത്. കിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ സമ്പത്ത് സാറിനെ വിളിച്ചു. നേരെ ഊണ് കഴിക്കാൻ വേണ്ടി നമ്മുടെ കോവളം റൂട്ടിലുള്ള അശ്വതി ഹോട്ടലിലേക്ക് എത്തി. അപ്പോഴൊക്കെ അങ്ങനെ വളരെ മനോഹരമായ രുചികരമായ ഒരു ആഹാരമൊക്കെ കഴിച്ചു. ഊണ് മീൻ വിഭവങ്ങൾ മാത്രമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.